നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ താനൂരിൽ നിന്നും കാണാതായ പെൺകുട്ടികളെ മുംബൈയിൽ കണ്ടെത്തി എന്നുള്ളതാണ് രാവിലെ വന്ന വളരെ പ്രധാനപ്പെട്ട വാർത്ത. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് തന്നെ വിനുഷ നമുക്ക് ആദ്യം പോകാം. അതിനുശേഷം CPM സംസ്ഥാന സമ്മേളന വാർത്തകളിലേക്കും വരാം എന്നുള്ളതാണ് പ്രേക്ഷകരോട് പറയാനുള്ളത്. നമുക്ക് ആദ്യം ഇതിൻ്റെ വിശദാംശങ്ങളുമായി ഇപ്പോൾ പ്രേംലാൽ മുംബൈയിൽ നിന്ന് ചേരുന്നുണ്ട്. പ്രേംലാൽ, എപ്പോഴായിരുന്നു ഈ പെൺകുട്ടികളെ കണ്ടെത്തിയത്? അതുമായി ബന്ധപ്പെട്ട പൂർണ്ണമായ വിവരങ്ങൾ ലഭ്യമായത് എന്തൊക്കെയാണ്? ിൽ നിന്ന് കാണാതായ പെൺകുട്ടികളെ റെയിൽവേ പോലീസാണ് കണ്ടെത്തിയത്. ലോണാവാലയിൽ നിന്നും RPF ഇൻസ്പെക്ടർ സഞ്ജയ് സിംഗിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ചെന്നൈ എഗ്മോർ എക്സ്പ്രസിൽ യാത്ര ചെയ്തിരുന്ന പെൺകുട്ടികളെ കസ്റ്റഡിയിലെടുത്തത്. ഏകദേശം ഒരു 1:45 കസ്റ്റഡിയിലെടുത്തതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. മൊബൈൽ ഫോൺ ലൊക്കേഷൻ പിന്തുടർന്ന് കേരള പോലീസ് റെയിൽവേ പോലീസിന് കൈമാറിയ വിവരങ്ങളാണ് ഫലം കണ്ടത്. കേരളത്തിൽ നിന്നുള്ള പോലീസ് സംഘം ഇന്ന് രാവിലെ പൂനെയിലെത്തും. നിലവിൽ പൂനെ റെയിൽവേ പോലീസിന്റെ കസ്റ്റഡിയിലാണ് കുട്ടികളുള്ളത്. 8 മണിക്ക് മുംബൈയിലെത്തുന്ന കേരള പോലീസ് പൂനെയിലെത്തി കുട്ടികളെ തിരികെ എത്തിക്കുവാനുള്ള നടപടികൾ പൂർത്തിയാക്കും. താനൂർ SIയും 2 പോലീസുകാരുമാണ് വിമാനമാർഗം ഇന്ന് രാവിലെ മുംബൈയിലെത്തുന്നത്. മുംബൈ പോലീസിനോടൊപ്പം നഗരത്തിലെ മലയാളി സന്നദ്ധ പ്രവർത്തകരും മുംബൈയുടെ വിവിധ ഭാഗങ്ങളിൽ റെയിൽവേ സ്റ്റേഷനുകളിലും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണങ്ങൾക്കൊടുവിലാണ് ചെന്നൈ എഗ്മോർ എക്സ്പ്രസിൽ കുട്ടികളെ ലോണാവാലിയിൽ കണ്ടെത്താനായത്. കേരള പോലീസ് നൽകിയ വിവരങ്ങൾ പിന്തുടർന്നായിരുന്നു റെയിൽവേ പോലീസ് തെരച്ചിൽ നടത്തിയത്. ലോണാവാലയിൽ നിന്ന് റെയിൽവേ പോലീസ് ഇവരെ വെളുപ്പിന് തന്നെ പൂനെ RPF കേന്ദ്രത്തിൽ എത്തിക്കുകയായിരുന്നു. ഇന്നലെ രാത്രിയും പകലുമായി നടന്ന അരിച്ച് തിരച്ചിലിനൊടുവിൽ പെൺകുട്ടികളെ സുരക്ഷിതമായി കണ്ടെത്താൻ കഴിഞ്ഞത് വലിയ ആശ്വാസമായി. രാത്രി വൈകിയാണ് ഇവർ മുംബൈയിലെ CST റെയിൽവേ സ്റ്റേഷൻ പരിസരത്തുണ്ടായിരുന്നത്. ഷിഫ്റ്റ് ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞ് സ്ത്രീകൾ സഞ്ചരിക്കുന്ന നഗരത്തിൽ ഇവരുടെ നീക്കങ്ങൾ സംശയത്തിനും ഇടം നൽകി കാണില്ല. 11:30 മണിക്കാണ് കുട്ടികൾ CST സ്റ്റേഷനിൽ നിന്ന് ചെന്നൈ എക്സ്പ്രസിൽ യാത്ര ചെയ്യുന്നത്. ആദ്യം പൻവൽ ഭാഗത്തേക്ക് യാത്ര ചെയ്യുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. റഹീം നൽകിയ വിവരങ്ങളും ഇവർ നാട്ടിലേക്ക് മടങ്ങാനായി പൻവൽ സ്റ്റേഷനിലേക്ക് പോയെന്നായിരുന്നു. ഇത് പ്രകാരം പോലീസ് സംഘവും നിരവധി മലയാളി സന്നദ്ധ പ്രവർത്തകരും പൻവൽ റെയിൽവേ സ്റ്റേഷനിൽ കാത്തുനിൽക്കുകയായിരുന്നു. പിന്നീടാണ് സമാന്തരമായ പാതയിലൂടെ പെൺകുട്ടികൾ താനെ, ഡോംബിവിലി, കല്യാൺ, അമ്പർനാഥ് തുടങ്ങിയ സ്റ്റേഷനുകൾ താണ്ടി യാത്ര ചെയ്യുന്ന വിവരങ്ങൾ ലഭിക്കുന്നത്. ഇത് പ്രകാരമാണ് അന്വേഷണം ഈ മേഖലയിലേക്ക് നീണ്ടതും തുടർന്ന് ലോണാവാലയിൽ ഇവരെ കസ്റ്റഡിയിലെടുക്കുന്നതും. രാത്രി 1:30 ശേഷമാണ് ട്രെയിനുകൾ ലോണാവാലയിലെത്തിയത്. റെയിൽവേ പോലീസ് ഇവരെ കണ്ടെത്തുമ്പോൾ തുടക്കത്തിൽ നിസ്സഹകരണമായിരുന്നെങ്കിലും പിന്നീട് ഇവർ പോലീസിനോടൊപ്പം പൂനെയിലേക്ക് യാത്ര ചെയ്യാൻ സമ്മതിക്കുകയായിരുന്നു. കുട്ടികൾ ഈ ട്രെയിനിലുണ്ടെന്ന വിവരം കേരള പോലീസാണ് റെയിൽവേ പോലീസിന് കൈമാറിയത്. തുടർന്നായിരുന്നു ഇവരെ പിടികൂടാനുള്ള RPFന്റെ നീക്കം. നിലവിൽ പെൺകുട്ടികൾ പൂനെയിലെ RPF കേന്ദ്രത്തിൽ സുരക്ഷിതരാണ്. എങ്ങനെയാണ് ഇവർ മുംബൈ പോലുള്ള ഒരു നഗരത്തിൽ ഒറ്റയ്ക്ക് എത്തിയതെന്നുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. സംഭവത്തിൽ റഹീമിന്റെ റോൾ എന്താണെന്നുള്ള വിവരങ്ങളും വിശദമായ ചോദ്യം ചെയ്യലിലൂടെ തന്നെയാണ് അറിയാൻ കഴിയുക. നിലവിൽ RPFനോട് വിവരങ്ങൾ പങ്കുവയ്ക്കാൻ പെൺകുട്ടികൾക്ക് ഭാഷ ഒരു തടസ്സമാണ്. അതുകൊണ്ട് തന്നെ കേരള പോലീസ് സ്ഥലത്തെത്തിയാൽ കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത്. ശരി പ്രേംലാൽ, ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ രാവിലെ തന്നെ കേരള പോലീസ് അവിടെ എത്തും, കുട്ടികളുമായി നാട്ടിലേക്ക് വരും എന്നുള്ള കാര്യങ്ങളുണ്ട്.